ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എക്സ് പ്ലസ് 1 റേസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എക്സ് പ്ലസ് 1 ഓൾ റേസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റായിട്ട് എക്സിന് 0 കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഡയറക്റ്റായിട്ട് എക്സിന് 0 കൊടുത്താൽ ആൻസർ കിട്ടില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. എക്സിന് 0 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. ശരിയല്ലേ? ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡിവിഷൻ ബൈ 0 പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0, ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എക്സ് പ്ലസ് 1 റേസ് ടു 5 മൈനസ് 1. താഴെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താണ് ഈ ക്വസ്റ്റ്യനിൽ, ശ്രദ്ധിച്ചിരിക്കണം. താഴെ എക്സ് ആണല്ലേ, മുകളിലാണെങ്കിൽ എക്സ് പ്ലസ് 1 ആണ്. ഞാൻ താഴത്തെ എക്സ് ഇല്ലേ, താഴെയുള്ള എക്സിന് ഞാൻ എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതിയാൽ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ എഴുതണേന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവുള്ളൂ. മിസ്റ്റേക്ക് ഇല്ലല്ലോ. എക്സിനെ നമുക്ക് എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതിയാൽ 1ഉം മൈനസ് 1ഉം വെട്ടിപ്പോവുമല്ലോ, എക്സ് തന്നെ വരുമല്ലോ. ഇങ്ങനെ എഴുതി നമ്മൾ പഠിച്ച ഒരു തിയറം പോലെ വരും. അതിന് വേണ്ടിയാണേ. ഇവിടെ റേസ് ടു 5 മുകളിലുണ്ട് ഇല്ലേ, ഇവിടെ റേസ് ടു 5 ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത ടേമിനും റേസ് ടു 5 വരണം. നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, അതേപോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ പവർ എന്താണോ അതേ പവർ തന്നെ തൊട്ടടുത്തും വരാൻ വേണ്ടിയാണ്. ഏകദേശം നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി പോലെ വരുന്നുണ്ടോ. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ അല്ലേ, ബൈ എക്സ് മൈനസ് എ. ഒരു കാര്യം ചെയ്യുക, എക്സ് പ്ലസ് 1 ആണ് മുകളിലും താഴെയും വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 1നെ നമുക്ക് വേറെ ഏതെങ്കിലും ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്താലോ. ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം എക്സ് പ്ലസ് 1 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് എക്സ് പ്ലസ് 1നെ ഞാൻ വേറൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്, ക്യാപിറ്റൽ ലെറ്റർ എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എക്സിൻ്റെ വാല്യൂസിന് എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയാൽ മതി. എക്സിൻ്റെ വാല്യൂ 0 ആയാൽ, അങ്ങനെ തന്നെ പറഞ്ഞോ, എക്സിൻ്റെ വാല്യൂ 0 ആയാൽ ക്യാപിറ്റൽ ലെറ്റർ എക്സിൻ്റെ വാല്യൂ 0 + 1 വരും അല്ലേ. ഇവിടെ സ്മോൾ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 0 എന്നാണ് പറയുന്നത്. സ്മോൾ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ടെൻഡിങ് ടു എന്തായിരിക്കും? സ്മോൾ ലെറ്റർ എക്സ് 0 എന്ന് തന്നെ പറഞ്ഞോ. സ്മോൾ ലെറ്റർ എക്സ് 0 ആകുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എക്സിന് എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ലെറ്റർ എക്സ് 0 + 1 ആവും, അതായത് 1 ആവും. സോ സ്മോൾ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 1 എന്ന് പറഞ്ഞാലും ഒരേ സിറ്റുവേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ബാക്കി ഞാനിവിടെ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. സോ നമ്മളെ ലിമിറ്റ് ഇങ്ങനെ എഴുതാം. നമ്മളെ ലിമിറ്റ് എങ്ങനെ വരും? ലിമിറ്റ് ഇപ്പോൾ സ്മോൾ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ ലെറ്റർ എക്സ് ടെൻഡിങ് ടു 1 എന്ന് പറഞ്ഞാലും സെയിം സിറ്റുവേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ ഈ സ്മോൾ ലെറ്റർ എക്സ് പ്ലസ് 1നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഡിനോട്ട് ചെയ്യാമല്ലോ അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതു. സ്മോൾ ലെറ്റർ എക്സ് പ്ലസ് 1നെ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്ന് എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ എക്സ് റേസ് ടു 5 മൈനസ് 1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ, ഇവിടെയുണ്ട് സ്മോൾ ലെറ്റർ എക്സ് പ്ലസ് 1, അത് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ്, -1 ഇങ്ങനെ വരും. നമ്മൾ പഠിച്ച തിയറം പോലെയല്ലേ, ഒന്ന് വായിച്ചു നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഏത് തിയറാണെന്ന് ഓർമ്മ വന്നോ? ഏത് തിയറാണ്? ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കാണിച്ചു തരാം. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇങ്ങനൊരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ചിട്ട് ചെയ്താൽ മതി. കറക്റ്റ് ആ ഫോമില.
ഈ ഫോമിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് പവർ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ 5 ഇൻറ്റു സ്മോൾ ലെറ്റർ എയുടെ സ്ഥാനത്ത് 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1. കറക്റ്റ് അല്ലേ? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. 5 ഇൻറ്റു 1 റേസ് ടു 5 മൈനസ് 1. ചെയ്തു വരുമ്പോൾ ആൻസർ 5 ഇൻറ്റു 1 റേസ് ടു 4. 1 റേസ് ടു 4 1 ആണല്ലോ. 5 ഇൻറ്റു 1 5 ആണ് ആൻസർ.